നമസ്കാരം, ന്യൂസ് നൗ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നോക്കുകുത്തിയായി പോലീസ് എയ്ഡ് പോസ്റ്റുകൾ. നഗരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. പയ്യാമ്പലത്ത് കടൽക്ഷോഭം രൂക്ഷം. പുലിമുട്ട് തകർച്ചാ ഭീഷണി. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ മരിച്ച സംഭവം. സമരം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം പുക ഉയർന്ന സംഭവം. 5 അംഗ സമിതി സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. നോക്കുകുത്തിയായി കണ്ണൂർ ജില്ലയിലെ എയ്ഡ് പോസ്റ്റുകൾ. രാത്രികാലങ്ങളിൽ നഗരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. കണ്ണൂർ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ സ്ഥാപിച്ച പോലീസ് എയ്ഡ് പോസ്റ്റുകളിലെല്ലാം ആളില്ലാ പോസ്റ്റുകളായി മാറിക്കഴിഞ്ഞു. എവിടെയും പോലീസുകാരുടെ സേവനമില്ല. രാത്രികാലങ്ങളിൽ കണ്ണൂർ നഗരത്തിൽ പെട്ടുപോയാൽ ജീവാഭയത്തോടെയാണ് പലരും പോകുന്നത്. പിടിച്ചുപറിക്കാർ, മോഷ്ടാക്കൾ തുടങ്ങിയവരുടെ കേന്ദ്രമായി റെയിൽവേ പരിസരം, പഴയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവ മാറിക്കഴിഞ്ഞു. നിരന്തരം ഇത്തരം പരാതികൾ ഉയരുമ്പോഴും എയ്ഡ് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാൾക്ക് കുത്തേറ്റതിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ രാത്രികാലങ്ങളിൽ പരിശോധന കർശനമാക്കാൻ സിറ്റി പോലീസിന്റെ നിർദ്ദേശമുണ്ടെങ്കിലും എയ്ഡ് പോസ്റ്റുകൾ നിലവിൽ വെറും നോക്കുകുത്തിയായി നിൽക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായുള്ള ഈ എയ്ഡ് പോസ്റ്റുകൾ കൃത്യമായി തുടരണമെന്നാണ് നഗരവ്യാപാരി ഉൾപ്പെടെ എല്ലാവരുടെയും ആവശ്യം. ക്യാമറ പേഴ്സൺ അപർണയോടൊപ്പം ഫബിത. തീരദേശ നിവാസികൾക്ക് ആശ്വാസമായി പണിത പയ്യാമ്പലം പുലിമുട്ട് അപകടാവസ്ഥയിൽ. കനത്ത മഴയിൽ കടൽക്ഷോഭം കൂടി രൂക്ഷമായതോടെ അപകട സാധ്യതകളും ഏറുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ അമൃത് 1ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ ചെലവഴിച്ചാണ് പുലിമുട്ട് നിർമ്മിച്ചത്. കടൽക്ഷോഭത്തിനിടെ വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ ചാലാട്, പള്ളിയാൻമൂല, പഞ്ഞിക്കീൽ, പയ്യാമ്പലം മേഖലയിലെ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടുന്നത് പതിവായിരുന്നു. ഇതിന് പരിഹാരമായാണ് പുലിമുട്ട് നിർമ്മിച്ചത്. എന്നാൽ കനത്ത മഴയിൽ കടൽക്ഷോഭം കൂടി രൂക്ഷമായതോടെ പുലിമുട്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കല്ലുകൾ ഇളകിത്തുടങ്ങി അപകട സാധ്യത ഏറെയായി. അധികൃതർ അപകട സാധ്യതാ മേഖല ബോർഡ് വച്ചിട്ടുകൂടി പലരും ഇത് അവഗണിച്ചാണ് പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ബീച്ചിലെത്തുന്ന സന്ദർശകരിൽ മിക്കവരും കുടുംബസമേതം എത്തുന്നത് ഈ ഭാഗത്താണ്. ഇവിടം സന്ദർശിക്കുന്നത് അപകടകരമാണെന്ന് ലൈഫ് ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പലരും അത് അവഗണിക്കുകയാണ്. പുലിമുട്ട് 2 വർഷം ആയി പുലിമുട്ട് നിർമ്മിച്ചിട്ട്. ഈ തുറന്ന തോട്ടിൽ കൂടി ഒഴുകി വരുന്ന വെള്ളത്തെ കുറച്ച് മാലിന്യ വെള്ളമാണ് ഇവിടെ നിന്ന് ടൗണിൽ നിന്നെല്ലാം വരുന്നത്. അതിനെ പുറത്തേക്ക് അല്ലെങ്കിൽ തീരത്ത് തന്നെ വന്നടി കുറച്ചും കൂടി അങ്ങോട്ട് ദൂരോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പുലിമുട്ടാക്കിയത്. അതിപ്പോ നിലവില് പബ്ലിക്കിന് കയറാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല അതാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ പോയാലുണ്ടാകുന്ന ഒരു പ്രശ്നം അങ്ങോട്ട് കല്ലുകൾ ഇളകിയിരിക്കുന്ന കല്ലുകൾ കാണും. അതിനകത്തേക്ക് വീണ് പോയി കഴിഞ്ഞാൽ തൊട്ട് താഴെ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് പയ്യാമ്പലം ബീച്ചിലെത്തുന്നത്. പുലിമുട്ട് കൂടി വന്നതോടെ സഞ്ചാരികളുടെ എണ്ണവും കൂടി. അപകട സാധ്യതാ മേഖല ബോർഡ് സ്ഥാപിച്ചിട്ട് കൂടി പലരും അത് അവഗണിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഫബിതയോടൊപ്പം അപർണ KC. ആലപ്പുഴ ചാരുമൂട്ടിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സമരം ശക്തമാക്കുന്നു. അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ശിവൻകുട്ടി കേപ്പിള്ള എന്ന കർഷകൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം കനക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് CPIM ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ സ്വന്തം കൃഷിയിടത്തിലേക്ക് പോകും വഴി അയൽവാസി സ്ഥാപിച്ച പന്നിക്കണിയിൽ കാൽ കുടുങ്ങിയാണ് ശിവൻകുട്ടി മരിക്കുന്നത്. നിലവിൽ പന്നിക്കണി സ്ഥാപിച്ച പുരയിടത്തിൽ KSEB പോലീസ് അധികൃതർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് കിടക്കുന്നത് കൊണ്ടങ്ങനെ ഓടി ചെന്നപ്പോഴാണ് എൻ്റെ അച്ഛനാണ് അറിയുന്നത്. അവിടെ ഇറത്തുകമ്പി ഉണ്ടായിരുന്നു. ഇറത്തുകമ്പിയിൽ ഇറക്കുണ്ടായിരുന്നു. അങ്ങനെ കാലയിലും അതിലെല്ലാം ഇറക്കടിച്ചിട്ടുണ്ട്. പിന്നെ KSEB പോലീസ് അധികൃതരുടെ പ്രാഥമിക അന്വേഷണത്തിൽ സംഭവ സ്ഥലത്ത് പന്നിക്കണി സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പന്നിശല്യം സ്ഥിരമായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ കർഷകർ മിക്ക ആൾക്കാരും ഇതുപോലെ പന്നിക്കണി വെക്കാറുണ്ട്. അതിനെതിരെ നേരത്തെ ഞങ്ങൾ കുറെ ആൾക്കാരോട് പറഞ്ഞത് വലിയ അപകടമാണ്, ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞത് വേറെ മാർഗമൊന്നുമില്ല, പിന്നെ എന്തോ ചെയ്യാനാണെന്നാണ്. അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നും ശിവൻകുട്ടി എന്ന വ്യക്തി മരിച്ചതുമായി ബന്ധപ്പെട്ട സമരം കനക്കുകയാണ്. ഒരു മാസത്തിൽ സംസ്ഥാനത്ത് 2 പന്നിക്കണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാരും അധികാരികളും ഈ വിഷയത്തെ ഗൗരവകരമായി കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാവും.
ക്യാമറമാൻ നിവേദിനോടൊപ്പം റിപ്പോർട്ടർ അജി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്ന സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയമിച്ച 5-അംഗ സമിതി സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നത് ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് പ്രാഥമിക റിപ്പോർട്ട്. CPU യൂണിറ്റിലെ ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്തെന്നും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച് തീ പടർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തന സജ്ജമാക്കി. മെഡിക്കൽ കോളേജിൽ പഴയ കാഷ്വാലിറ്റി താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചു. ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളെയും ഇവിടേക്ക് മാറ്റി. അപകട സമയത്ത് രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ അന്വേഷിക്കുന്നതിന് 5-അംഗ സമിതി നിയോഗിച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതിന് നേതൃത്വം നയിക്കുമെന്നും ഇന്ന് ചേർന്ന പ്രത്യേക യോഗത്തിനു ശേഷം DME ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീ പടർന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അധികാരികൾക്ക് കൈമാറി. വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ അപർണ കേസിക്കൊപ്പം ആദിത്യ. യാത്ര എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശവും സൗകര്യവുമാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഭിന്നശേഷിക്കാർക്ക് ഈ അവകാശം യഥാർത്ഥത്തിലാകുന്നത് എത്രമാത്രമാണെന്ന് ഇപ്പോഴും വലിയൊരു ചോദ്യമാണ്. കേരളം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള യാത്രാ പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാർ നേരിടുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. വീൽചെയർ ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റാറില്ല. കാരണം വീൽചെയർ ഫ്രണ്ട് അല്ല നമ്മുടെ ഇടങ്ങളൊന്നും. ഇപ്പൊ ട്രെയിനിലായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീൽചെയർ ഫ്രണ്ടിലല്ല ഒട്ടുന്നില്ല. ഒരു റാമ്പ് ഉണ്ടെങ്കിൽ ആ റാമ്പ് പോലും കറക്റ്റ് മെഷർമെന്റിലല്ല നിർമ്മിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഏകദേശം 2.68 കോടി പേർ ഭിന്നശേഷിക്കാരാണ്. ഇവരിൽ വലിയൊരു വിഭാഗം നിത്യയാത്രക്കാരും. എന്നാൽ പൊതുയാത്രാ സൗകര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ നിസ്സാരമാക്കപ്പെട്ടിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് ബസ്സുകളിൽ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ബസ്സുകളിൽ വീൽചെയർ കയറ്റുവാനുള്ള റാം സംവിധാനങ്ങൾ പോലുമില്ല. ടാക്ടിലായിട്ടുള്ള പാതകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റോഡുകളിലും ഇല്ലാത്തതിനാൽ ഇത്തരം വ്യക്തികൾക്ക് കൂടുതൽ യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആർട്ടിക്കിൾ 19 അനുസരിച്ച് നമുക്ക് എല്ലായിടങ്ങളിലും യാത്ര ചെയ്യാനുള്ള മൗലിക അവകാശമുണ്ട്. പക്ഷേ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ യാത്ര ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കൊണ്ടോട്ടി ടൗണിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. റോഡിൽ രൂപപ്പെട്ട കുഴികൾക്കൊപ്പം ഓടയില്ലാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ഏറ്റവും തിരക്കേറിയ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്നുള്ള ദൃശ്യമാണിത്. കൊണ്ടോട്ടി നഗരത്തിൽ 17 നിന്നുള്ള ദൃശ്യങ്ങൾ. ഇവിടുന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് തിരിയാൻ 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെ നിന്നുള്ള ഈ ഗതാഗത കുരുക്ക് ഇപ്പോൾ പതിവാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ റോഡിനെ ചാരി ഒരു തോട് തന്നെ ഒഴുകുന്നുണ്ട് എന്നതാണ്. ഇവിടെ ഓടയില്ല. ഓടയിൽ നിന്ന് ഒഴുകുന്നത് ദേശീയപാതയുടെ ഓരത്തുകൂടിയാണ്. പ്രധാന പാതയിലാണെങ്കിൽ ഒട്ടേറെ കുഴികളും. ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇത് ഓരോ വർഷവും പാച്ച് വർക്ക് നടത്തി ഇത് പരിഹരിക്കുന്നു എന്നല്ലാതെ ഒരു സ്ഥിരം പരിഹാരമില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാലങ്ങളായിട്ടുള്ള പരാതിയാണ്, പക്ഷേ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വൈകുന്നേരമാകുമ്പോൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലൂടെ ഈ ഭാഗത്തെത്തുമ്പോൾ മണിക്കൂറുകൾ നീളുന്ന ക്യൂവാണ് കാണപ്പെടുന്നത്. കൊണ്ടോട്ടിയിൽ നിന്നും KN യാസ്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച കോഴിക്കോട് ജില്ലാതല യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂർ മലബാർ മറീന കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടി. ചെറുവണ്ണൂർ മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി. ക്ഷണിക്കപ്പെട്ട 500 അതിഥികളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാതല യോഗം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും വികസന മുന്നേറ്റത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച പ്രദർശന വിപണന മേളയും കോഴിക്കോട് നടന്നു വരികയാണ്. ക്യാമറാമാൻ കവിതയ്ക്കൊപ്പം ആദിത്യ. വായനയ്ക്കായി പാതയോരങ്ങൾ സജ്ജം. ഇനിയുള്ള ദിവസങ്ങൾ വായനയുടേതാവട്ടെ എന്ന സന്ദേശം പകർന്ന് അക്ഷരക്കൂട് വഴിയോര ലൈബ്രറി. ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണകരമാകുന്ന വിധത്തിൽ വഴിയോര ലൈബ്രറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. പാതയോരങ്ങൾ ശുചിത്വ സുന്ദരമാക്കുകയും വരും തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചത്. 1.5 വർഷത്തോളമായി ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചിട്ട്. റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 2 വഴിയോര ലൈബ്രറികളാണുള്ളത്. അസോസിയേഷൻ നേരിട്ട് തന്നെയാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. പുസ്തകങ്ങൾ കൂടാതെ പത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. ഏതു സമയത്തും വന്ന് വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ലൈബ്രറിയുടെ പ്രവർത്തനം.
മുമ്പിവിടെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥലമായിരുന്നെന്നും അങ്ങനെയാണ് റെസിഡൻസ് അസോസിയേഷൻ ഇത് വൃത്തിയാക്കുകയും കുട്ടികൾക്ക് വായനക്കായ ഒരിടമാക്കുകയും ചെയ്തതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് തയ്യിൽ പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അക്ഷരക്കൂട് എന്ന വ്യക്തിയാണ്. ഞങ്ങളിവിടെ ഒരു ലൈബ്രറി ഈ എടച്ചേരി പ്രദേശത്ത് ഒരു സ്ഥലം അന്വേഷിച്ചു. പക്ഷേ ലൈബ്രറിക്കായിട്ടൊരു സ്ഥലം കിട്ടിയില്ല. അതിന് ഞങ്ങളെ ചിന്ത ആർക്കും വായിക്കും. എൻ്റെ വീട്ടിൽ ലൈബ്രറിയുടെ ആദ്യത്തിലേക്കാണ് 2ാം ഘട്ടത്തിൽ എത്തിച്ചില്ല. ഞങ്ങളുടെ പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് ഈ അക്ഷരക്കൂട്. ഒന്ന് ഞങ്ങളുടെ എടച്ചേരി ഗ്രാമത്തിനുള്ളിലുമാണ്. അപ്പോൾ ആളുകൾ എല്ലാ ദിവസവും പത്രം ഇവിടെ ഇടുന്നുണ്ട്. പത്രം വായിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികൾ വന്ന് പത്രം വായിക്കുന്നുണ്ട്. 351 വീടുകളടങ്ങുന്ന റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഈ സംരംഭത്തിന് ഒറ്റക്കെട്ടായി പിന്തുണയും നൽകുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനമാകുന്ന രീതിയിൽ ഒരുക്കിയ ഈ വഴിയോര ലൈബ്രറി വായനയിലേക്കുള്ള വലിയ ഇടങ്ങളാണ് തുറക്കുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഗ്രാമം തന്നെ മുന്നോട്ടിറങ്ങുന്നതും ഏറെ സന്തോഷം തരുന്ന കാഴ്ച തന്നെ. ക്യാമറ പേഴ്സൺ ഫബിതയോടൊപ്പം അപർണ. മാലിന്യ കൂമ്പാരമായി വീണ്ടും കുയ്യാലിപ്പുഴ. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെയും ഫാക്ടറികളിലെയും മാലിന്യങ്ങളാണ് ഇവിടെ വലിച്ചെറിയുന്നത്. മുനിസിപ്പാലിറ്റി ശുചിയാക്കി ഒരാഴ്ച മുമ്പ് കുയ്യാലിപ്പുഴയിൽ വീണ്ടും മാലിന്യം തള്ളുന്നു. പുഴയുടെ കണ്ടൽക്കാടുകളിൽ വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് വലിച്ചെറിഞ്ഞ നിലയിൽ കാണുന്നത്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് അജൈവ മാലിന്യങ്ങളുമാണ് നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കുന്ന പ്രധാന മാലിന്യം. ഇതുവരെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയില്ലാതെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ തുടരുന്നത്. പരിസര ഗ്രാമങ്ങളിൽ മാലിന്യ ശേഖരണ സംവിധാനം നിലവിലുണ്ടെങ്കിലും അതിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയരുന്നു. മഴക്കാലത്ത് പുഴയുടെ ഒഴുക്കിൽ കൂടി ഈ മാലിന്യങ്ങൾ സമീപത്തെ തണ്ണീർത്തടങ്ങളിലും കുളങ്ങളിലുമെത്തി കൂടുതൽ പ്രദേശങ്ങളെ മലിനമാക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ അതീവ ആവശ്യമാണ്. അവബോധം വർദ്ധിപ്പിക്കാനും നിയമ നടപടികൾ ശക്തിപ്പെടുത്താനും അധികൃതർ മുന്നോട്ട് വരണമെന്ന് നാട്ടുകാർ ആവശ്യമുയർത്തുന്നു. ഇത്രയും നല്ല പുഴയാണ് മാലിന്യങ്ങൾ കൊണ്ട് മലിനമാക്കിയിരിക്കുന്നത്. കുയ്യാലിപ്പുഴയുടെ തീരത്തു നിന്നും ക്യാമറ പേഴ്സൺ അപർണയോടൊപ്പം വന്ദന. വിദ്യാഭ്യാസത്തിന്റെ പ്രായപരിധി എത്രയാണെന്ന ചോദ്യത്തിന് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നാണ് കണ്ണൂർ സ്വദേശി മജീദിന്റെ ഉത്തരം. 60 പിന്നിട്ടിട്ടും കണ്ണൂർ സർവകലാശാലയിൽ UG പഠനത്തിലാണ് അദ്ദേഹം. പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്നാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി മജീദിന്റെ അഭിപ്രായം. കണ്ണൂർ സർവകലാശാലയിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അദ്ദേഹം. മജീദ് നമസ്കാരം. നമസ്കാരം. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടുവരാത്തതാണ് ഈ പ്രായത്തിലുള്ള പഠനം. നമ്മൾ പലപ്പോഴും പറയും മനസ്സിനാണ് പ്രായമാവേണ്ടതെന്ന്. പക്ഷെ എന്നാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ ആവാറില്ല. ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളൊരു വിദ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലാണ് മജീദൊക്കെ വ്യത്യസ്തനാവുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രചോദനം എന്തായിരുന്നു? ഞാനൊരു സാധാ കൗൺസിലറാണ്, സൈക്കോളജി. അപ്പോൾ ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും പിന്നെ അവിടെ സെമിനാറിൽ പങ്കെടുത്തു. പല യൂണിവേഴ്സിറ്റി അവിടെ തന്നെ മറ്റേ സർട്ടിഫിക്കറ്റ് പിന്നെ അവിടെ മറ്റേ പിന്നെ ഇതാവും റിസർച്ച് സ്കോളർ എന്നുള്ളതെല്ലാം ഉണ്ടാവും. തിരുവിതാംകൂർ അതിലെല്ലാം പങ്കെടുത്ത് പിന്നെ ഒരു നല്ല കൂടുതലാണ്. ആ സമയത്ത് എനിക്ക് തോന്നി ഇവിടെ ഒരു ചാൻസ് എപ്പോഴും പിന്നെ സൈക്കോളജി ആദ്യം ആ സമയത്ത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തു. പക്ഷെ കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്ലൈ ചെയ്ത സമയത്ത് റാങ്ക് ലിസ്റ്റ് എനിക്ക് കിട്ടും. പേര് വന്ന സമയത്ത് ഞാൻ പിന്നെ വേറെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു PG PhD വേണം. അതാ എൻ്റെ മനസ്സിലുള്ളത്. സൈക്കോളജിനെ എടുക്കണം, ഒരു അതിൻ്റെ ഗഹനമായി പഠിക്കണം, കുറച്ച് പഠിക്കണമെങ്കിൽ. അപ്പോൾ അതെൻ്റെ മനസ്സിലുള്ളതാണ്. ആ ഉള്ള മനസ്സിലുള്ളത് തീർച്ചയായിട്ടും അതൊരു സബലീകരണത്തിൻ്റെ വഴിയിലേക്ക്. ഇങ്ങനെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാറുള്ളത്? നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയതിൽ കാര്യം കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു വാക്കുപയോഗിച്ചു. കാരണം പറഞ്ഞാൽ ഒരു സഹാബി, അതായത് അനുജന് വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ മരണം ആസന്നമായി ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താണ് നന്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പ്രവാചകൻ. അപ്പോൾ പ്രവാചകൻ ആ സമയത്ത് തന്നെ ഫോട്ടത്തിനെ പറഞ്ഞ മറുപടി പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ തിരിഞ്ഞു നടന്നു. അവിടെ എന്തെങ്കിലും സംശയം, ഇങ്ങനെ ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്ന ആളല്ലേ, മരിക്കാൻ വേണ്ടി പോകുന്ന ആളെങ്കിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സമയത്ത് അന്നേരം തിരിച്ചു വന്ന് പുള്ളി ചോദിച്ചു, അല്ല ഞാൻ ആസന്നമായി ഇരിക്കുന്ന സമയം വേണം, അപ്പോൾ ഞാനാ പഠിക്കട്ടെ, പോയി പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം വന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഒറ്റ വാർത്ത പഠിക്കാൻ. അപ്പോൾ ആ അദ്ദേഹം അവസാനം പഠിക്കാൻ വേണ്ടി പോയി. ഈ പഠനത്തിന്റെ ആ സമയത്ത് ചിന്ത കമ്പനിയിൽ പഠനം, ആ സമയത്ത് മരണത്തെക്കാരി അവന്റെ രോഗം മറന്നുപോയി. അവരുടെ പഠനം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇനിയും കുറേ വർഷം കഴിഞ്ഞിട്ട് അയാൾ മരിക്കുന്നു. പഠനം പൂർത്തിയായ ശേഷം മരിക്കുന്നു. അപ്പൊ അത്രത്തോളം പഠനം, അപ്പൊ പഠനത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കും. വിദ്യാഭ്യാസത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്നാണ് മജീദൊക്കെ നമ്മോട് പറയുന്നത്. തളിപ്പറമ്പിൽ നിന്നും KM യാസിൻ.
പിൽഗ്രിം ടൂറിസം പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ പറശ്ശിനിക്കടവിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു. ദിനംപ്രതി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. സഞ്ചാരത്തിന് പുതിയ രുചിയും ശൈലിയും പറശ്ശിനിക്കടവിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ പ്രശസ്തമായ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പിൽഗ്രിം ടൂറിസം പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായി പറശ്ശിനിക്കടവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനുള്ള അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി വിവിധ പദ്ധതികൾ ഈ കാലയളവിൽ നടപ്പാക്കപ്പെടുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനും സൗകര്യപ്രദമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇപ്പോൾ പറശ്ശിനിക്കടവ് ബോട്ട് ജെട്ടിയോട് ചേർന്ന് യാഥാർത്ഥ്യമായി. മനോഹരമായ കാഴ്ചകളും നൂതന അനുഭവങ്ങളും സമാഹരിച്ച് പുതുമയുടെ വഴിയിലേക്കാണ് ഈ പദ്ധതി സഞ്ചാരികളെ നയിക്കുന്നത്. പിൽഗ്രിം ടൂറിസത്തിനൊപ്പം ഇക്കോ ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഈ സംരംഭം മേഖലയുടെ സമഗ്ര വികസനത്തിനും മാറ്റങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. 6 കോടി ചെലവഴിച്ച് പറശ്ശിനി പാലത്തിന് താഴെയാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് സജ്ജമായിരിക്കുന്നത്. 40 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശിക വിഭവങ്ങളും വിദേശ രുചികളും അടുത്തറിയുവാൻ അവസരമുണ്ടാകും. ഇത് തുടങ്ങിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പണിംഗ് ടൈം രാവിലെ 11 to night 11, അത് 12 hours ഓപ്പണിംഗ് ടൈം വരുന്നത്. പിന്നെ ഇതിനെ പറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ, അതിൽ കയറി നോക്കാം. പിന്നെ യൂട്യൂബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ റെസ്റ്റോറന്റ് കാണാൻ പറ്റും. ഇത് വെള്ളത്തിൽ പോയി കിടക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻസൈഡ് പോയിട്ട് ചെക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. സീറ്റിംഗ് കപ്പാസിറ്റി 40+ ആണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. പറശ്ശിനിക്കടവ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ നിന്നും ക്യാമറ പേഴ്സൺ സ്നേഹിയോടൊപ്പം വന്ദനം. അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള വായനശാലയുണ്ട് ആലപ്പുഴയിലെ ലെപ്രസി നൂറനാട് സാനിറ്റോറിയത്തിൽ. ആയിരക്കണക്കിന് പുസ്തകങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള താലിയോല ഗ്രന്ഥങ്ങളുമാണ് ഈ വായനശാലയോടൊപ്പം ഇല്ലാതാവുന്നത്. ആലപ്പുഴ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം പറയുന്ന താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള വായനശാല 10 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. 1936 തിരുവിതാംകൂർ മഹാരാജാവ് നൂറനാട് ലെപ്രസി സാനിറ്റോറിയം തുടങ്ങിയപ്പോൾ അന്തേവാസികൾക്കായി ആരംഭിച്ച വായനശാലയാണിത്. ഇതിനുള്ളിലുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള താളിയോല ഗ്രന്ഥങ്ങളുമാണ് 10 വർഷമായി ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും സംസ്ഥാന താലൂക്ക് ഗ്രന്ഥശാല സംഘവും ഈ ലൈബ്രറിയോട് പുലർത്തുന്നത് കടുത്ത അവഗണനയാണ്. രാജ്യഭരണത്തിന്റെ ചരിത്ര പഠനത്തിന്റെ ഭാഗമായി പല പ്രമുഖരും സാഹിത്യകാരന്മാരെ ഉപയോഗിച്ച ലൈബ്രറി കൂടിയാണിത്. ഒരു നാടിന് മൊത്തം അറിവ് പകരേണ്ട ചരിത്ര പ്രാധാന്യമുള്ളൊരു വായനശാലയാണ് എനിക്ക് പുറകിൽ അവഗണനയുടെ ഇരുട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഇവിടെ താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ സംരക്ഷിച്ചാൽ നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള മികച്ചൊരു കരുതലാകാമിത്. ക്യാമറമാൻ യാസീനോടൊപ്പം റിപ്പോർട്ടർ അജി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.